വധശിക്ഷയ്ക്കെതിരെ യാക്കൂബ് മേമൻ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. നാളെ യാക്കൂബ് മേമനെ തൂക്കിലേറ്റും. നടപടിക്രമങ്ങൾ പാലിച്ചാണ് മേമന്റെ വധശിക്ഷയെന്ന് സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 257 പേരുടെ മരണത്തിനുത്തരവാദിയായ മുംബൈ സ്ഫോടനക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് യാക്കൂബ് മേമൻ എന്ന യാക്കൂബ് അബ്ദുൾ റസാഖ് മേമൻ. നാളെ നിശ്ചയിച്ചിരിക്കുന്ന വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ മേമൻ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. 2007 വിചാരണ കോടതി വിധിച്ച വധശിക്ഷ അംഗീകരിച്ചതിനെതിരെ ഇക്കഴിഞ്ഞയാഴ്ച മേമൻ സമർപ്പിച്ച തിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു. ഇത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മേമൻ പുതിയ ഹർജി നൽകിയത്. ജസ്റ്റിസുമാരെ ദീപക് മിശ്ര, പ്രഫുല്ല സിപ്പാൻ, അമിതാവ് റോയ് എന്നിവരടങ്ങുന്ന 3-അംഗ ബെഞ്ച് വിശദമായ വാദം കേട്ടു. ടാഡ പ്രത്യേക കോടതി ചട്ടങ്ങൾ പാലിച്ചാണ് മരണവാറണ്ട് പുറത്തിറക്കിയത്. ഏപ്രിൽ 30-ന് മരണവാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ യാക്കൂബ് മേമൻ തിരുത്തൽ ഹർജി നൽകിയിരുന്നില്ല. കൂടാതെ 2013-ൽ വധശിക്ഷ അംഗീകരിച്ച സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്ത് ഹർജി നൽകാൻ മേമൻ 2 വർഷം എടുത്തെന്നും മഹാരാഷ്ട്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. നേരത്തെ വധശിക്ഷ വിധി ചോദ്യം ചെയ്ത ബെഞ്ചിന് പകരം തിരുത്തൽ ഹർജി പരിഗണിച്ചത് പുതിയ ബെഞ്ചാണെന്നും ഇത് ചട്ടലംഘനമാണെന്നും മേമന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാജു രാമചന്ദ്രൻ വാദിച്ചു. പക്ഷേ ഈ സാങ്കേതികത്വം തള്ളിയ സുപ്രീംകോടതി മേമന്റെ മരണവാറണ്ട് നിയമപരമാണെന്ന് വ്യക്തമാക്കി. യാക്കോബ് മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തള്ളി. നാളെ രാവിലെ 7 മണിക്ക് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ മേമന്റെ വധശിക്ഷ നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിനുള്ള സജ്ജീകരണങ്ങൾ മഹാരാഷ്ട്ര സർക്കാർ പൂർത്തിയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീംകോടതി ഹർജി തള്ളിയ സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് യാക്കൂബ് മേമൻ വീണ്ടും ഹർജി നൽകി. രാഷ്ട്രപതി ഭവൻ അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കും. മേമന്റെ അപേക്ഷയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി അഭിപ്രായം തേടി. നിലവിൽ യാക്കൂബ് മേമൻ നൽകിയിരിക്കുന്ന അപേക്ഷയിലെ വിഷയം നേരത്തെ പരിഗണിച്ച് തള്ളിക്കളഞ്ഞതാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി തീരുമാനം എടുക്കുന്നത്. ഇതിനിടയിൽ രാജ്നാഥ് സിംഗ് രാഷ്ട്രപതിയെ കണ്ട് ചർച്ച നടത്തി. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചത് സുപ്രീംകോടതി ശരിവെച്ചു. ശിക്ഷ ജീവപര്യന്തമാക്കിയതിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. പ്രതികളായ മുരുകൻ, ശാന്തൻ, പേടറിവാളൻ എന്നിവരുടെ ശിക്ഷയാണ് സുപ്രീംകോടതി ശരിവെച്ചത്. അഫ്ഗാൻ താലിബാന്റെ പരമോന്നത നേതാവ് മുല്ല ഉമർ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം. വിവരം അഫ്ഗാൻ സർക്കാർ സ്ഥിരീകരിച്ചെങ്കിലും റിപ്പോർട്ട് തെറ്റാണെന്ന് താലിബാൻ വ്യക്തമാക്കി. ശത്രു സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുല്ല ഉമർ കൊല്ലപ്പെട്ടതാണെന്നാണ് റിപ്പോർട്ട്. ഇത് 2ാം തവണയാണ് മുല്ല ഉമർ മരിച്ചതായി റിപ്പോർട്ട് വരുന്നത്. താലിബാൻ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 വർഷം മുമ്പ് മുല്ല ഉമർ കൊല്ലപ്പെട്ടതായി നേരത്തെയും വാർത്തകൾ വന്നിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ പെരുന്നാളിന് താലിബാൻ ഉമറിന്റെ ആശംസാ സന്ദേശം പുറത്തുവിട്ടിരുന്നു. ബിജെപിയെ സഹായിക്കാൻ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ SNDP നീക്കം. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ പാർട്ടിയും ചർച്ചാവിഷയം ആയി. മറ്റ് ജാതി സംഘടനകളുടെ അഭിപ്രായം തേടാൻ അമിത്ഷാ നിർദ്ദേശം നൽകി. ബിജെപിയോട് ഐത്തമില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. SNDP ബിജെപിയുമായി കൂടുതൽ അടുക്കുന്നുവെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് VHP നേതാക്കളുടെ സാന്നിധ്യത്തിൽ അമിത്ഷായും വെള്ളാപ്പള്ളി നടേശനും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ, തുഷാർ വെള്ളാപ്പള്ളി, VHPയുടെ മുതിർന്ന നേതാവ് അശോക് സിംഗാൾ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതുതരത്തിൽ പരസ്പരം സഹകരിക്കാനാകും എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. നേരിട്ട് പിന്തുണ നൽകുന്നതിന് പകരം SNDPയുടെ കീഴിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്ന ആശയമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വച്ചത്. ഇരുവിഭാഗത്തിനും ശക്തിയുള്ള സ്ഥലങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കും. ബിജെപിയുമായി സഹകരിക്കാൻ തയ്യാറുള്ള മറ്റ് ജാതി സംഘടനകളുടെ അഭിപ്രായം തേടാൻ അമിത്ഷാ നിർദ്ദേശം നൽകി. മറ്റ് സംഘടനകളുമായി സമവായം ഉണ്ടാക്കിയതിനു ശേഷം ചർച്ചകൾ തുടരാമെന്ന ധാരണയിലാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയോട് ഐത്തമില്ലെന്നും സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP. അവർ തള്ളണമെന്ന് പറയാൻ എനിക്ക് ഭ്രാന്താണ്. ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി സവർണനാണോ? ഒരവർണനല്ലേ? ഒരവർണൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ അത് കൊള്ളുകയില്ല എന്ന് പറയാൻ ഒരു വിനിയോഗക്കാരനെ എനിക്ക് സാധിക്കുമോ? അമിത്ഷായുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തെന്നും രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച ചർച്ച ഉണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15-ന് ശേഷം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ തയ്യാറായില്ല. കേരളത്തിൽ BJPയെയും SNDPയെയും അടുപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾക്ക് RSSും VHPയുമാണ് ചുക്കാൻ പിടിക്കുന്നത്. BJPയുമായി പ്രത്യക്ഷ സഖ്യമുണ്ടാക്കുന്നത് അംഗങ്ങൾക്കിടയിൽ കടുത്ത ഭിന്നിപ്പുണ്ടാക്കുമെന്ന ഭയം SNDP നേതൃത്വത്തിനുണ്ട്. ഈ ഭയമാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് BJPയെ സഹായിക്കാമെന്ന വെള്ളാപ്പള്ളിയുടെ തന്ത്രത്തിന് പിന്നിൽ. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്.
SNDPയുടെ RSS ബന്ധം ആത്മഹത്യാപരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീനാരായണീയർ ഇത് അംഗീകരിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. CPIMനെതിരെ ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും കോടിയേരി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. SNDP എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് SNDP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ RSSുമായും BJPയുമായും ബന്ധപ്പെടുന്നത് ആത്മഹത്യാപരമായൊരു തീരുമാനമായിരിക്കും. അത്തരമൊരു ബന്ധം സ്ഥാപിച്ചാൽ RSS SNDPയെ വിഴുങ്ങും. അത് ശ്രീനാരായണീയ ഭക്തന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. MI ഷാനവാസിനെതിരായ സിദ്ദിഖിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് KPCC കമ്മീഷൻ. ഷാനവാസ് ഗൂഢാലോചനയിൽ പങ്കാളിയല്ല. എന്നാൽ സിദ്ദിഖിന്റെ ഭാര്യയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും വിവാഹമോചനം നിയമപരമായില്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയതായി സൂചനയുണ്ട്. അന്തിമ റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കും. ടി സിദ്ദിഖിന്റെ ആദ്യ ഭാര്യ നസീമയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് KPCC കമ്മീഷന്റെ കണ്ടെത്തൽ. ടി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജാഗ്രത പുലർത്തിയില്ല. നിയമപരമായോ മതപരമായോ ആദ്യ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടില്ല. നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന നസീമയുടെ പരാതിയിൽ കഴമ്പുണ്ട്. വയനാട് MP MI ഷാനവാസ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതി എന്ന സിദ്ദിഖിന്റെ വിശദീകരണം കമ്മീഷൻ തള്ളി. ഷാനവാസിന് പരാതിയുമായി ഒരു തരത്തിലും ബന്ധമില്ല. അതേസമയം കരട് റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടി ശുപാർശയില്ലെന്നാണ് സൂചന. അന്തിമ റിപ്പോർട്ട് 10 ദിവസത്തിനകം KPCCക്ക് കൈമാറും. സിദ്ദിഖിനും ഷാനവാസിനും പുറമെ പ്രാദേശിക നേതാക്കളിൽ നിന്നും പരാതിക്കാരിയായ ആദ്യ ഭാര്യയിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, മാന്നാർ അബ്ദുൾ ലത്തീഫ്, ബാബു പ്രസാദ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ മൃതദേഹം ജന്മനാടായ രാമേശ്വരത്ത് എത്തിച്ചു. ആയിരക്കണക്കിന് പേരാണ് ജന്മനാട്ടിൽ കലാമിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. നാളെ രാവിലെ 11-ന് സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ ജന്മനാടായ രാമേശ്വരം വികാരപരമായി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ദില്ലിയിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മധുരൈ വിമാനത്താവളത്തിലെത്തിച്ച കലാമിന്റെ മൃതദേഹം 3 മണിയോടെയാണ് ഹെലികോപ്റ്റർ മാർഗം രാമേശ്വരത്തെത്തിച്ചത്. തുടർന്ന് രാമേശ്വരം കിലക്കാട് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ പൊതുദർശനം. പിന്നീട് അബ്ദുൽ കലാമിന്റെ ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം നാളെ രാവിലെ വരെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉണ്ടാവുക. 8 മണിയോടെ വീടിന് സമീപത്തുള്ള മുഹിയുദ്ദീൻ ജുമാഅത്ത് മസ്ജിദിൽ വെച്ച് അന്ത്യകർമ്മങ്ങൾ നടക്കും. ശേഷം മൃതദേഹം തങ്കച്ചിമഠം മെയ്യമ്പള്ളിയിലെ സർക്കാർ ഭൂമിയിലേക്ക് മാറ്റും. അവിടെ വെച്ച് സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കലാമിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 11 മണിയോടെ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ മനോഹർ പരിക്കർ, വെങ്കയ്യ നായിഡു, പൊൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, ഗവർണർ P സദാശിവം, സ്പീക്കർ N ശക്തൻ തുടങ്ങിയവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ആരോഗ്യപരമായ കാരണങ്ങളാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ല. മെയ്യമ്പള്ളിയിൽ കലാമിന് അന്ത്യവിശ്രമം ഒരുക്കാൻ സർക്കാർ നൽകിയ 1.25 ഏക്കർ ഭൂമിയിൽ പിന്നീട് മ്യൂസിയവും പഠനകേന്ദ്രവും നിർമ്മിക്കാനാണ് ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്. ജനകീയനായ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനിടെ ചട്ടങ്ങൾ മറികടന്ന് തനിക്കും പരിവാരങ്ങൾക്കും ഔദ്യോഗിക വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പിൻഗാമിയായ പ്രതിഭ പാട്ടീൽ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. മുൻ രാഷ്ട്രപതി ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വകാര്യ വാഹനത്തിന് സർക്കാരിൽ നിന്ന് ഇന്ധന അലവൻസ് കൈപ്പറ്റുന്നതിന് പുറമെയാണ് ഔദ്യോഗിക വാഹനം വേണമെന്ന ആവശ്യം. പോലീസ് ഉദ്യോഗസ്ഥർ സാമുദായിക സംഘടന ഭാരവാഹിത്വം വഹിക്കുന്നത് സംബന്ധിച്ച് കേരള പോലീസിൽ ഇരട്ട നീതി. പോലീസ് അസോസിയേഷൻ സെക്രട്ടറി GR അജിത്തിനെ NSS കരയോഗം സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ച പോലീസ് സമാന സാഹചര്യത്തിൽ ജോർജ് കുട്ടി എന്ന SIക്ക് കാത്തലിക് മൂവ്മെന്റിൽ അംഗമാകാൻ അനുമതി നിഷേധിച്ചു. കരയോഗ ഭാരവാഹിത്വം ഒഴിയാൻ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ മെമ്മോയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് അജിത്തിനെ വീണ്ടും കരയോഗം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്ന് പോലീസ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും പീപ്പിൾ TVക്ക് ലഭിച്ചു. പിടിപാടുണ്ടെങ്കിൽ എങ്ങനെയും വളയുന്നതാണ് പോലീസിന്റെ നീതിയെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാന പോലീസിലെ സൂപ്പർ DGP ആണോ അജിത്ത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റുപറയാനുമാവില്ല. കാരണം കാര്യങ്ങളുടെ കിടപ്പുവശം ബോധ്യമാകണമെങ്കിൽ ഈ രേഖകൾ ഒന്ന് കാണുക തന്നെ വേണം. കവടിയാർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ സെക്രട്ടറിയായി തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് കാട്ടി DGPക്ക് അജിത്ത് അപേക്ഷ നൽകിയത് ഏപ്രിൽ 13-ന്. പിന്നെ കാര്യങ്ങൾ നീങ്ങിയത് ശരവേഗത്തിലാണ്. അനുമതി നിഷേധിക്കേണ്ട അപേക്ഷ ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചുകൊണ്ട് പഴയ പോലീസ് മേധാവി തന്റെ അജിത് ഭക്തി പ്രകടമാക്കി.
ക്രിസ്ത്യൻ വിശ്വാസിയായ SI ജോർജ് കുട്ടി കാത്തലിക് മൂവ്മെന്റ് ഭാരവാഹിയാകാൻ അപേക്ഷ നൽകിയത് ഈ മാസം 16-ന്. അവിടെയും കാര്യങ്ങൾ നീങ്ങിയത് മിന്നൽ വേഗത്തിൽ തന്നെ. 24-ാം തീയതി DGP സെൻകുമാർ ചട്ടവും നിയമവുമെല്ലാം ഉദ്ധരിച്ച് ജോർജ് കുട്ടിയുടെ അപേക്ഷ നിരസിക്കുകയും ചെയ്തു. ഇനി GR അജിത്തിന്റെ കരയോഗം ഭാരവാഹിത്വം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി പറയുന്നത് കേൾക്കുക. നേരത്തെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു, പിന്നീട് അത് പല കോണുകളിൽ നിന്നും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയതനുസരിച്ച് അത് പിൻവലിക്കുകയുണ്ടായി. ഞാൻ വായിച്ചു, പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിയമപരമായി നേരത്തെ ഒരു ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. 1966-ലെ പോലീസ് ഫോഴ്സ് റെസ്ട്രിക്ഷൻ ആക്ട് ആഭ്യന്തരമന്ത്രി വായിച്ചിരുന്നുവെങ്കിൽ ഇപ്രകാരം പറയുമായിരുന്നില്ല. പോലീസുകാരനായി ഇരിക്കാനുള്ള അയോഗ്യതകൾ എന്ന തലക്കെട്ടിന് താഴെ പറയുന്നത് ഇങ്ങനെ: സാമൂഹിക, സാംസ്കാരിക, മത, സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കാൻ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിട്ടും നിരസിക്കുകയാണെങ്കിൽ 2 വർഷം തടവും 2000 രൂപ പിഴയുമാണ് ശിക്ഷ. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു. പിടിപാടുണ്ടെങ്കിൽ എങ്ങനെയും വളയുന്നതാണ് പോലീസിന്റെ നീതി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. രോഗത്തെ പോലും BJPയും കോൺഗ്രസും രാഷ്ട്രീയമാക്കിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. മനുഷ്യത്വരഹിതമായാണ് തന്നോട് പെരുമാറിയതെന്നും ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം P. ജയരാജൻ വ്യക്തമാക്കി. CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ചികിത്സക്കായി അവധി അനുവദിച്ച കാര്യത്തെ പോലും ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് ചില മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും അതുപോലെ പാർട്ടികളും പരിശ്രമിച്ചത്. ഞാൻ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. കണ്ണൂരിലെ മുൻ MP ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ആ തരത്തിൽ പറയുന്നത് ഒരു ചാനലിലൂടെ ഞാൻ കേൾക്കുകയുണ്ടായി. കോൺഗ്രസ് നേതാക്കന്മാർക്ക് എത്രമാത്രം മനുഷ്യത്വരഹിതമായി നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹോട്ടൽ കാഷ്യറുടെ മുഖത്തേക്ക് ഭക്ഷണാവശിഷ്ടം വലിച്ചെറിഞ്ഞു. എച്ചിൽ വലിച്ചെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. പാങ്ങോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM ഷാഫിയാണ് ഹോട്ടൽ ജീവനക്കാരന്റെ മുഖത്തേക്ക് ചൂട് ഭക്ഷണ പദാർത്ഥം വലിച്ചെറിഞ്ഞത്. ഈ കഴിഞ്ഞ 24-ാം തീയതി രാത്രി 10 മണിയോടെ വാമനപുരത്ത് എൻ്റെ കട എന്ന ഹോട്ടലിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. പാങ്ങോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പാങ്ങോട് പഞ്ചായത്ത് അംഗവുമായ MM ഷാഫിയാണ് ഹോട്ടൽ ക്യാഷറുടെ മുഖത്തേക്ക് എച്ചിൽ വലിച്ചെറിഞ്ഞത്. ഭക്ഷണം മോശമാണെന്ന് ഷാഫി കൗണ്ടറിലുണ്ടായിരുന്ന പ്രതാപചന്ദ്രനോട് പറഞ്ഞു. ഭക്ഷണത്തെപ്പറ്റി പരാതി ഉണ്ടെങ്കിൽ പരാതി രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോഴായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പരാക്രമം അരങ്ങേറിയത്. മണ്ഡലം പ്രസിഡന്റ് ഷാഫി മദ്യലഹരിയിലായിരുന്നുവെന്നും തടയാനെത്തിയ വനിതാ ജീവനക്കാർ അടക്കമുള്ളവരെ അസഭ്യം പറഞ്ഞതായും പ്രതാപചന്ദ്രൻ വെഞ്ഞാറമ്മൂട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി ഉണ്ടെങ്കിൽ സജഷൻ ബുക്കിൽ എഴുതാമെന്ന് പറഞ്ഞു എന്നോട്. അതായത് സജഷൻ ബുക്കിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഞാനൊരു ആക്ഷൻ നേതാവാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, നാളെ അതിൻ്റെ ഹോട്ടൽ കൂട്ടി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം കഴിച്ചെന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി ചൂടുള്ള ആഹാരദാർത്ഥം എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. ചൂടുള്ള ഭക്ഷണാവശിഷ്ടമാണ് MM ഷാഫി ഹോട്ടൽ ജീവനക്കാരുടെ മുഖത്തേക്ക് എറിഞ്ഞത്. ഹോട്ടൽ ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെഞ്ഞാറമ്മൂട് പോലീസിൽ ഇവർ പരാതി നൽകിയെങ്കിലും മൊഴി രേഖപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ധാർഷ്ട്യം നിറഞ്ഞ ഈ നടപടിക്കെതിരെ അതിശക്തമായ ജനരോക്ഷമാണ് ഉയരുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ധന ടാങ്കർ മറിഞ്ഞു. അമിത വേഗത്തിലെത്തിയ ടാങ്കർ മതിലിലിടിച്ച് മറിയുകയായിരുന്നു. ഇന്ധന ചോർച്ച പരിഹരിച്ചതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തി. മാറനെല്ലൂരിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ഗോഡൌണിൽ നിന്ന് 750 കിലോ അരിയും ഗോതമ്പും സിവിൽ സപ്ലൈസ് വിജിലൻസ് പിടിച്ചെടുത്തു. സംഭവത്തിനു പിന്നിൽ അന്യസംസ്ഥാനത്തേക്ക് റേഷൻ അരി കയറ്റി അയക്കുന്ന അന്തർ സംസ്ഥാന അരി ലോബിയാണ്. പൊതുമേഖലാ ബാങ്കായ SBTയുടെ വിദ്യാഭ്യാസ വായ്പയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ സ്വകാര്യ സ്ഥാപനമായ റിലയൻസിനെ ചുമതലപ്പെടുത്തിയതിനെതിരെ നിയമസഭയിൽ പ്രമേയം. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഭീതിയോടും ആശങ്കയോടും കൂടിയാണ് ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഈ സാഹചര്യത്തിലാണ് തീരുമാനം പിൻവലിക്കാൻ SPTക്ക് നിർദ്ദേശം നൽകണമെന്ന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയത്. സ്പോർട്സ് വാർത്തകൾ. ശ്രീശാന്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുമെന്ന് BCCI. വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീശാന്ത് നൽകിയ കത്ത് പരിശോധിച്ച BCCI അച്ചടക്ക സമിതിയാണ് തീരുമാനം വ്യക്തമാക്കിയത്. ശ്രീശാന്തിനും അങ്കിത് ചൗഹാനും നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കേണ്ട സാഹചര്യമില്ലെന്ന് BCCI സെക്രട്ടറി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിലാണ് ശ്രീശാന്ത് കത്ത് നൽകുന്നത്. BCCIയുടെ വിലക്കു നീക്കാൻ കോടതിയെ സമീപിക്കില്ലെന്ന് ശ്രീശാന്ത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു.